കർണാടകയിലെ മൈസൂരിനടുത്ത് സോമനാഥപുരത്താണ് ഇപ്പോൾ ഞാനുള്ളത്. ഇവിടെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഇടം പിടിച്ചിട്ടുള്ള ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രം കാണാനായിട്ടാണ് വന്നിരിക്കുന്നത്. ആ ക്ഷേത്രത്തിൻ്റെ പേര് ചെന്നകേശവ ക്ഷേത്രം എന്നാണ്, അല്ലെങ്കിൽ കേശവ ക്ഷേത്രമെന്നും അറിയപ്പെടുന്നു. ഹൊയ്സാല രാജാവായ നരസിംഹൻ മൂന്നാമൻ്റെ കീഴിൽ സൈന്യാധിപനായിരുന്ന സോമൻ സ്ഥാപിച്ച സ്ഥലമാണ്. അതുകൊണ്ട് ഇനി സോമനാഥപുരം എന്നാണ് ഈ സ്ഥലത്തിന് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ അമ്പലത്തിനെ തെറ്റായിട്ട് സോമേശ്വർ ടെമ്പിൾ എന്നും ആൾക്കാർ വിളിക്കാറുണ്ട്. ഇപ്പം ബേലൂർ, ഹാലേബീഡു എന്നിവയുടെ ഒപ്പം തന്നെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൻ്റെ യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ള ഒരു അമ്പലമാണ് ഇത്. 1268 ഈ ക്ഷേത്രം നിർമ്മിച്ചത്. സോപ്പ് സ്റ്റോൺ ഉപയോഗിച്ച് നക്ഷത്രാകൃതിയിലുള്ള ഉയർന്ന അടിത്തറയിലാണ് ഇത് പണിത് ഉയർത്തിയിരിക്കുന്നത്. ഇതൊരു ത്രികുടാചല ക്ഷേത്രമാണ്. ത്രികുടാചല ക്ഷേത്രം എന്ന് പറഞ്ഞാൽ കർണാടകത്തിൽ പല അമ്പലങ്ങളും ത്രികുടാചല ക്ഷേത്രങ്ങളാണ്. അതായത് 3 മൂർത്തികൾ ഇവിടെ 3 ദൈവങ്ങളാണ് ഇവിടെ ഉള്ളത്. 3 പ്രതിഷ്ഠകളുള്ള ക്ഷേത്രത്തിനാണ് ത്രികുടാചല ക്ഷേത്രം എന്ന് പറയുന്നത്. ഇപ്പോൾ അതിൽ 3 ഗർഭഗൃഹങ്ങളിലായിട്ട് അതിൻ്റെ പ്രധാന പ്രതിഷ്ഠ കേശവനാണ്. വടക്കേ ക്ഷേത്രത്തിൽ ജനാർദ്ദനും തെക്കേ ക്ഷേത്രത്തിൽ വേണുഗോപാലനും എന്നിവരെയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. രാമായണം, മഹാഭാരതം, ഭാഗവതം എന്നിവയിലെ കഥകൾ കൊത്തുപണികളിലൂടെ ക്ഷേത്രത്തിൻ്റെ പുറംചുവരുകളിൽ മനോഹരമായിട്ട് കൊത്തിവെച്ചിട്ടുണ്ട്. ആനകൾ, കുതിരകൾ, വിവിധ പൗരാണിക ജീവികൾ എന്നിവയുടെ രൂപങ്ങളും ഇവിടെ കാണാനായിട്ട് കഴിയും. ഇത് പുതിയ വിഗ്രഹമാണ്, പഴയതല്ല. ഇതാണ് മെയിൻ വിഗ്രഹം നേരെ കാണുന്നത്. പിന്നെ 2 സൈഡിലായിട്ട് 2 അമ്പലങ്ങളും കൂടെ 2 വിഗ്രഹങ്ങളുമുണ്ട്. അകത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പുറത്തോട്ടിറങ്ങിയാണ്. അസാധ്യമായിട്ടുള്ള കൊത്തുപണികളാണ്. ഇത് ഹൊയ്സാല ടെമ്പിളുകളുടെ കൂട്ടത്തിൽ പെടുന്നതാണ്. അവരുടെ ആർക്കിടെക്റ്റാണ് ഈ കാണുന്നത്. ഇതിവിടെ മാത്രമേ ഇത്തരത്തിലുള്ള അമ്പലങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയൂ. ഹൊയ്സാല രാജവംശക്കാർ നിർമ്മിച്ച അമ്പലങ്ങളാണെല്ലാം. ഇതൊരു അസാധ്യ നിർമ്മിതിയാണ്. വർഷങ്ങളെടുത്ത് കാണും ഈ അമ്പലം പൂർത്തിയാക്കാനായിട്ട്. അത്രമാത്രം കൊത്തുപണികൾ ഇവിടെ ഉണ്ട്. ഇതിൻ്റെ 4 ചുറ്റും വലിയ മതിലുണ്ട്. മതിലിൽ വരാന്തകളുണ്ട്. വരാന്തയിൽ ആൾക്കാർക്ക് വിശ്രമിക്കാനും ഒക്കെ ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. അന്യദേശങ്ങളിൽ നിന്നൊക്കെ തീർത്ഥാടകരായിട്ട് ആൾക്കാർ വരുമ്പോഴത്തേക്ക് ആ സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും വിശ്രമിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ അത് കെട്ടിയിരിക്കുന്നത്. അപ്പോൾ 4 വശവും ചുറ്റി നടന്ന് കാണുകയാണ്. 4 വശത്തെ കറങ്ങി വീഡിയോ എടുക്കുകയാണ്. ഇത് ഏകദേശം പൂർണ്ണമായിട്ട് കവർ ചെയ്ത് വന്നിട്ടുണ്ട്, ഒരു റൗണ്ട് അടിച്ച്. ഇതൊക്കെ കണ്ടു തീർക്കാനായിട്ട് മണിക്കൂറുകൾ തന്നെ വേണ്ടി വരും. കൊത്തുപണികളൊക്കെ നന്നായിട്ട് നോക്കി കാണുന്നതിനൊക്കെ. നമുക്ക് സമയം അധികമില്ലാത്തതിനാൽ പെട്ടെന്ന് ഓടി നടന്നൊരു ഓട്ടപ്രദക്ഷിണം നടത്തിയിട്ടാണ് ഇതൊക്കെ കണ്ടു തീർത്തത്.